ഹലോ ഫ്രണ്ട്സ്, അപ്പോഴേ രാവിലെ തന്നെ കെട്ടും കിടക്കെടുത്ത് എങ്ങോട്ടാ പോകുന്നതായിരിക്കും നിങ്ങളെ ചോദ്യം. അതെങ്ങോട്ടാന്ന് കാര്യം മനസ്സിലായോ? ഗ്യാസ് കുറ്റിയുണ്ട്, അടുപ്പുണ്ട്, പിന്നെ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ, ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോയിട്ടൊന്ന് ഫുഡ് ഉണ്ടാക്കിയാന്ന് വിചാരിച്ച്. അടുക്കള ഉണ്ടാക്കി ഉണ്ടാക്കി മടുത്ത് ഞാൻ പുറത്തു പോയി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു സമ്മതമായിട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? നമ്മൾ ഗുണ്ടിൽപ്പെട്ട വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുണ്ടിൽപ്പെട്ട എത്തി ഒരു വിജനമായ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ്. വീട്ടിലായാലും നാട്ടിലായാലും കാട്ടിലായാലും നമ്മൾ തന്നെ അടുക്കളയിൽ കയറണം. ഇതാണല്ലോ പെണ്ണുങ്ങളൊരു കാര്യം. അങ്ങനെ ഇതാ എല്ലാരും സഹായിക്കുന്നുണ്ട്. ഒരിക്കലും അടുക്കള കയറാത്ത ആൾക്കാരൊക്കെ കുക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പുറത്തു പോയി ഫുഡ് ഉണ്ടാക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഈ വീട്ടിൽ മടിച്ചിരുന്ന് ചോറായോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ കണ്ടത്. നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹെൽപ്പായിരുന്നേ. പിന്നെ കുക്കറിൽ ചെമ്പിൽ ചോറും കുക്കറിലും ബീഫും വേവിക്കാൻ വെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ അങ്ങോട്ട് അറമാജ് ഡാൻസ് ഒക്കെ കളിക്കാൻ കേട്ടോ. കുറച്ചു നേരം അല്ലേ, അത് ഉള്ളത് അങ്ങോട്ട് ആസ്വദിക്കാന്നേ. പിന്നെ നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ആയി ഞങ്ങൾ പൊളിച്ച് അങ്ങോട്ട് ഫുഡും കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ചുകൂടി ടൈം ഉണ്ടല്ലോ, നമുക്ക് എങ്ങോട്ടേം പോവാന്ന് മക്കള്. പിന്നെ ഒന്നും നോക്കിയില്ല, പോയി എങ്ങോട്ട് നമ്മളെ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഫുൾ ആനകളായിരുന്നു കേട്ടോ. ഭയങ്കര ആന എന്ന് പറഞ്ഞാല് സ്കൂള് വിട്ടമാര് അവിടെ ഇവര് ആനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറി നമ്മള് മസനഗുടി കുന്നും കയറി നമ്മള് ഊട്ടിയിലെത്തിട്ടോ. എന്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ. കാണാനും അതുപോലെ തന്നെ നല്ല തണുപ്പും. അങ്ങനെ ഊട്ടിയിലെത്തിയ സമയത്ത് നമ്മൾ ആ ട്രെയിൻ ഒന്ന് കയറാന്ന് വിചാരിച്ചപ്പോൾ ട്രെയിനിന്റെ സമയമൊക്കെ ക്ലോസ് ആയിട്ടോ. പിന്നെ ആ ദേഷ്യം തീർക്കാൻ ആ ട്രാക്കിൽ കയറുന്ന കുറച്ച് ഡാൻസ് കളിച്ചു. പിന്നെ കണ്ടത് എന്താണെന്നറിയോ, എന്റെ നാത്തൂന്റെ അളിയന്റെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പൊ അങ്ങോട്ട് റൊമാൻസ് കാണിച്ചതാ. പിന്നെ കുറെ നേരം നമ്മൾ ആ ഊട്ടി തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ആ തണുപ്പത്തെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കാണ് കേട്ടോ. സംഭവം മക്കളെ, ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ. യാത്ര പോകുമ്പോഴേ ഇങ്ങനൊക്കെ ഉണ്ടാക്കി തിന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര യാത്രയ്ക്കെന്നൊരു വല്ലാത്തൊരു രസമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയത് നല്ല മാഗിയും അതുപോലെ നല്ല ഓംലെറ്റും പിന്നെ നല്ല ബ്രെഡും പിന്നെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പൊരിച്ചിട്ടേ ആ യാത്ര അങ്ങോട്ട് കളറാക്കിട്ടോ. പിന്നെ നമ്മളെ നാത്തൂന്റെ അളിയന്റെയും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അതും അങ്ങോട്ട് ആഘോഷിച്ച്. അങ്ങനെ ആ വഴിയിലിരുന്ന് തന്നെ നമ്മൾ ആ കേക്കും അങ്ങോട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. ഒരൊറ്റ നിർബന്ധം, എനിക്ക് ഈ ഊട്ടി റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഈ തണുപ്പത്ത് ഈ പഞ്ഞി ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ കേക്ക് മുറിക്കണം. കാണുന്നവരൊക്കെ ഞാൻ വിദേശത്താണ് എന്ന് വിചാരിക്കട്ടെ എന്ന്. ഓളൊരു കാര്യം നോക്കണം കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നേ. പോകുന്ന വഴിക്ക് കുറച്ച് തീയൊക്കെ ഇട്ട് കണലൊക്കെ കാണിയാ. ഇത്രക്ക് തണുപ്പായിരുന്നേ. ഊട്ടി നമ്മളെ നാട്ടില് ചൂടും ആ നാട്ടില് തണുപ്പും എന്താ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആയപ്പോ നമ്മള് വീട്ടിൽ അങ്ങ് എത്തിട്ടോ. ഇന്നാ ശരി, ടാറ്റാ ബൈ ബൈ.